തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടലിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. പൂരവുമായി ബന്ധപ്പെട്ട വിവാദം പരസ്പരം ആയുധമാക്കുകയാണ് LDFും UDFും. വിഷയം തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കേണ്ടതില്ല എന്നാണ് BJP നിലപാട്. അതിനിടെ പാറമേക്കാവ് ദേവസ്വത്തിനെതിരെ അമിക്കസ് ക്യൂറി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പൂരവിവാദത്തിൽ BJPക്കെതിരെ ആഞ്ഞടിക്കുകയാണ് LDF. വിവാദം വോട്ടാക്കാൻ ചില മുന്നണികൾ ശ്രമിച്ചുവെന്ന LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ 24നോട്. അപ്പോൾ ഈ പൂരം പൊളിച്ചു എന്ന് പറയുന്നവരുടെ നേട്ടമുണ്ടാക്കുന്ന ആരാണ്? ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ ചെന്ന് വളരെ സന്തോഷത്തിലാണ്. എന്താണ് ഈ ഒരു പ്രതിസന്ധി എങ്ങനെ ഞങ്ങൾക്ക് വോട്ടാക്കി മാറ്റാമെന്ന് വിചാരിച്ച് ഇതിനെ ശബരിമലയാക്കി കളയാമെന്ന് പറഞ്ഞു പോയ ആളുകളും ഇക്കൂട്ടത്തിലുണ്ട്. പൂരവുമായി ബന്ധപ്പെട്ട ഒരാചാരവും മുടക്കിയിട്ടില്ലെന്ന മന്ത്രി K രാജൻ. ഈ പൂരത്തിൽ ഒരാചാരവും മുടങ്ങിയില്ല. ഒരാചാരവും പൂര നടത്തിപ്പുമായി മുടങ്ങിയില്ല. വെടിക്കെട്ടിൻ്റെ സമയത്തിന് വൈകി. അത് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ശേഷം സ്വരാജ് റൗണ്ടിൽ നിന്ന് തള്ളിക്കയറി വന്ന ആളുകളെ കൂടി ഒഴിവാക്കാനുള്ള സമയമെടുക്കുകയും പൂരത്തിൻ്റെ നിറയ്ക്കാനുള്ള സമയത്തിന് ഇത്തിരി അധിക നേരം എടുക്കൊണ്ടാണ്. പൂരവിവാദം തൃശൂരിൽ തെരഞ്ഞെടുപ്പ് വിഷയമല്ല എന്ന നിലപാടിലാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. പൂരത്തിന് ശേഷം ചിലയിടങ്ങളിൽ BJP രണ്ടാം സ്ഥാനത്തെത്തിയെന്ന് പറഞ്ഞ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പൂരത്തിന് പോലീസ് അഴിഞ്ഞാടാൻ കാരണം സംസ്ഥാന സർക്കാരാണെന്നും കുറ്റപ്പെടുത്തി. ഒരു പൂരം നടത്തിപ്പ് ഭംഗിയാവേണ്ട ഘട്ടത്തിൽ അതിന് വിഘ്നം സംഭവിച്ചാൽ ഇടപെടാനുള്ള അധികാരം മന്ത്രിമാർക്കുണ്ട്, ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് പൂരം സമയത്ത് പോലീസ് അഴിഞ്ഞാടിയതിന് ഉത്തരവാദി സർക്കാർ തന്നെയാണ്. എത്ര കൈകഴുകിയാലും സർക്കാരിന് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ സാധ്യമല്ല. പൂരത്തിലെ പോലീസ് ഇടപെടലിൽ സർക്കാർ ഉൾപ്പെടെയുള്ളവരോട് ഹൈക്കോടതി വിശദീകരണം തേടി. ആചാരങ്ങളിലടക്കം പോലീസ് ഇടപെട്ടെന്നാണ് ഹർജിക്കാരന്റെ ആരോപണം. ഹർജി അടുത്ത മാസം 22-ന് വീണ്ടും പരിഗണിക്കും. ഇതിനിടെ പാറമേക്കാവ് ദേവസ്വത്തിനെതിരെ അമിക്കസ് ക്യൂറി രംഗത്തെത്തി. ഹൈക്കോടതി ഏത് ഉത്തരവിട്ടാലും അനുസരിക്കില്ലെന്ന് ദേവസ്വം സെക്രട്ടറി രാജേഷ് പറഞ്ഞെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. 24 തൃശൂർ.